Hi everyone, welcome all of you. Today we are going to discuss something about the theories of international business or theories of international trade. So why do countries trade? What are the major reasons for trade between these countries across the world? So first reason is the availability of product or natural resources, new products, etc. Second one, international price differentials as a consequence of productivity differential, difference in technology, difference in factor endowments, economies of scale. And third one, product differentiation and market structure. സോ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന സമയത്ത് അവരെന്തിനാണ് ട്രേഡ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് ആദ്യം അറിയേണ്ടത്. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ കൺട്രീസ് ബിറ്റ്വീൻ നടക്കുന്ന ട്രേഡ്. അപ്പം ഇത് എന്തിന് നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് പ്രോഡക്ട്സ്, അതായത് പല രാജ്യങ്ങളിൽ പല റിസോഴ്സസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആയിരിക്കും. അപ്പോൾ അത് അതിലെ ഒരു ലോകത്തുള്ള എല്ലാ കൺട്രീസിനും അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ അത് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ട്രേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ഇന്റർനാഷണൽ പ്രൈസ് ഡിഫറൻഷ്യൽ ആസ് എ കോൺസിക്വൻസ് ഓഫ് പ്രൊഡക്റ്റ് ഡിഫറൻഷ്യൽ, ഡിഫറൻസ് ഇൻ ടെക്നോളജി, ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻജോയ്മെന്റ്സ് ആൻഡ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. അതായത് പ്രൈസ് ഡിഫറൻഷ്യൽസ് ഉണ്ടാവും. ഒരു കൺട്രിയിൽ നിന്ന് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ ഒക്കെ പ്രൈസ് ചേഞ്ചസ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടൊക്കെ വരാം. അതൊരു കാരണം. ദെൻ ടെക്നോളജിയിലുള്ള ചേഞ്ചസ്, അത് മറ്റൊരു കാരണം. ദെൻ തേർഡ് വൺ, ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻജോയ്മെന്റ്സ്, എക്കണോമീസ് ഓഫ് സ്കെയിൽ. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാനുഫാക്ചറിങ് കോസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ കുറഞ്ഞും കൂടിയൊക്കെ വരുന്നതനുസരിച്ച് പ്രൈസ് ഡിഫറൻസസ് ഉണ്ടാവും. അടുത്തത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓരോ കൺട്രിയിലെ മാർക്കറ്റ് സ്ട്രക്ചർ സെയിം ആയിരിക്കണം എന്നില്ല. സോ അതിൻ്റെ അനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ, പല കാരണങ്ങളുടെ ബേസിസിലാണ് നമ്മൾ കൺട്രീസ് തമ്മിൽ ട്രേഡ് നടത്തുന്നത്. Then what is a trade theory? Exchange of raw materials and manufactured goods and services across national borders. അത് ഒരു ട്രേഡ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാനുഫാക്ചർഡ് ഗുഡ്സ് കൺട്രീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതായത് വിത്തൗട്ട് എനി നാഷണൽ ബോർഡേഴ്സ് കൺട്രീസ് എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ്, whether it is raw materials or manufactured goods, countries exports or imports these type of goods. അപ്പം ഇങ്ങനെ വരുന്നതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഈ ട്രേഡിനെ സംബന്ധിച്ച് എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ്, പ്രോസസ്സ്, അപ്പം അങ്ങനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ട്രേഡ് തിയറി എന്ന് പറയുന്നത്. Then imports and exports are major sectors of international business, and the imports and exports take place because of the felt needs of the people and needs of the country. There are other reasons like differences in labor cost, interest on capital, then availability of capital, raw materials, etc. അതായത് ഇപ്പം നമ്മൾ ട്രേഡ് നടത്തുമ്പോൾ ഇമ്പോർട്ട്സ് എക്സ്പോർട്സ് ഒക്കെ നടത്തുന്നതെന്ന് പറയുന്നത് ആ ഒരു രാജ്യത്തിന്റെ നീഡ്സ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞിട്ടാണ്. നമുക്ക് ആവശ്യം എന്താണോ അതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള മേഖലയിൽ നിന്നാണ് ഉള്ളത് കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം പിന്നെ ലേബർ കോസ്റ്റ് വരും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, റോ മെറ്റീരിയൽ, ഇതിന്റെ എല്ലാം ബേസിസിലാണ് നമ്മൾ ട്രേഡ് നടത്തുന്നത്. അപ്പം ഇതിനെല്ലാം സംബന്ധിച്ച് നമ്മളൊരു തിയറി ഫോം ചെയ്തിരിക്കുന്നതാണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറി എന്ന് പറയുന്നത്. അപ്പം ഈ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് എന്ന് പറയുന്നത് 2 types ആണ്. ഫസ്റ്റ് വൺ ട്രഡീഷണൽ തിയറീസ് ആൻഡ് സെക്കൻഡ് വൺ മോഡേൺ ട്രേഡ് തിയറീസ്. അതിൽ ട്രഡീഷണൽ ട്രേഡ് തിയറീസ് നമ്മൾ ആദ്യം നോക്കുന്നത്. ട്രഡീഷണൽ തിയറീസ് ആർ തിയറീസ് വിച്ച് എംഫസൈസ് ഓൺ ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ്. These theories are considered as country specific. അപ്പം ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നതിൽ കുറെ തിയറീസ് വരുന്നുണ്ട്. അപ്പം ട്രഡീഷണൽ തിയറിയുടെ മീനിങ് എന്താന്ന് വെച്ചാൽ അത് എന്ന് പറയുന്നത് കൺട്രി സ്പെസിഫിക് ആണ്. നമ്മൾ ഓരോ കൺട്രിയിൽ ഏതാണോ ബെനിഫിറ്റ് അപ്പം അതിനനുസരിച്ച് നമ്മൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നതിനാണ് കൺട്രി സ്പെസിഫിക് എന്ന് പറയുന്നത്. ഇപ്പം ഒരു കൺട്രി ഇപ്പം പ്രൊഡക്ഷനിൽ ആണ് നമ്മൾ കൂടുതൽ ബെനിഫിറ്റ് എങ്കിൽ
അതായത് വേറൊരു പ്രൊഡക്റ്റിനേക്കാളും നമുക്കൊരു പ്രൊഡക്റ്റിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് നമുക്ക് എന്താ പറയുക അഡ്വാൻറ്റേജ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നോട്ട് കോൺസെൻട്രേറ്റിംഗ് ഓൺ ഫേം സ്പെസിഫിക് പ്രോഡക്ട്സ് ആണ് ട്രഡീഷണൽ തിയറിയിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മെർക്കന്റിലിസം തിയറീസ്. ദ തിയറീസ് ദാറ്റ് എ കൺട്രീസ് പവർ ഡിപ്പെൻഡഡ് മെയിൻലി ഓൺ ഇറ്റ്സ് വെൽത്ത് ടു ബിൽഡ് സ്ട്രോങ് നേവ്സ് ആൻഡ് പർച്ചേസ് വൈറ്റൽ ട്രേഡ് ഗുഡ്സ്. അതായത് മെർക്കന്റിലിസം തിയറിയാണ്. Mercantilism theory was developed in the 16th century. It focused directly upon the welfare of the nation. Mercantilism theory എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് കൺട്രിയുടെ വെൽത്ത് അതിനെയാണ് എന്താ പറയാ അതിനെ മെയിൻലി ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന തിയറിയാണ് മെർക്കന്റിലിസം തിയറി എന്ന് പറയുന്നത്. In the 17th century, a group of men, merchants, bankers, government officials and philosophers wrote essays on international trade that advocated an economic philosophy known as mercantilism. In their view, a country becomes rich if it exports more than it imports. So, അതിന്റെ ബേസിസിൽ അതായത് 17th സെഞ്ചുറിയിൽ നമ്മൾ ഒരു എക്കണോമിക് ഫിലോസഫി നമ്മൾ ഫോം ചെയ്തു. അതായത് കുറച്ച് പേര് കൂടിയിട്ട് ഫോം ചെയ്ത ഒരു തിയറിയാണ് മെർക്കന്റിലിസം തിയറി എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്തവരുടെ വ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ എ കൺട്രി ബിക്കംസ് റിച്ച് ഇഫ് ഇറ്റ് എക്സ്പോർട്സ് മോർ ദാൻ ഇറ്റ് ഇമ്പോർട്സ്. ഒരു കൺട്രി റിച്ച് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെൽത്തി ആണ് അല്ലെങ്കിൽ ഒരു സൗണ്ട് പ്രൊഡക്ഷൻ സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു സൗണ്ട് എക്കണോമിക് സിസ്റ്റം ആണെന്ന് തിരിച്ചറിയുന്നത് ഒരു കൺട്രിയുടെ എക്സ്പോർട്സ് ഇമ്പോർട്സിനേക്കാളും കൂടി വരുമ്പോഴാണ്. അവരുടെ വ്യൂവില് അതായത് ഇത് ഫോം ചെയ്തവരുടെ വ്യൂവില് എക്സ്പോർട്സ് കൂടുതലാകുന്ന സമയത്താണ് ഒരു കൺട്രി റിച്ചർ ദാൻ ദി അതർ കൺട്രി എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് എ സർപ്ലസ് ഇൻ ട്രേഡ് ബാലൻസ് വിൽ റിസൾട്ട് ഇൻ ആൻ ഇൻഫ്ലോ ഓഫ് പ്രഷ്യസ് മെറ്റൽസ് ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മുടെ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് സിൽവർ അങ്ങനെയുള്ളതിന്റെ രൂപത്തിലായിരിക്കും. Acquisition of wealth, particularly wealth in the form of gold, was of paramount importance for a nation. സർപ്ലസ് നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് നമ്മൾ സൂക്ഷിക്കുന്നത് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ആൻഡ് ഈക്വലന്റ് ആയിട്ടുള്ള ഫോമിലായിരിക്കും. ദെൻ മോർ പ്രഷ്യസ് മെറ്റൽസ് മീൻസ് എ റിച്ചർ ആൻഡ് മോർ പവർഫുൾ നേഷൻസ്. അപ്പം നമ്മുടെ കയ്യിൽ ഒത്തിരി മെറ്റൽസ് അല്ലെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവർ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ റിച്ചർ ആയിരിക്കും ദാൻ ദി അതർ കൺട്രീസ്. കൺട്രീസ് ഹാവ് ടു ഡു ദെയർ ബെസ്റ്റ് ടു ഇൻക്രീസ് എക്സ്പോർട്സ് ആൻഡ് റെസ്ട്രിക്ട് ഇമ്പോർട്സ്. സോ കൺട്രീസ് മാക്സിമം ട്രൈ ചെയ്യും. എന്നത്തിന് എക്സ്പോർട്സ് കൂട്ടി ഇമ്പോർട്സ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കൺട്രീസും ട്രൈ ചെയ്യുന്നുണ്ട്. Mercantilism, since all countries cannot have surplus at the same time and because stock of metals is fixed in short run, a country gains from trade only at expense of others. അതായത് ഇപ്പൊ എല്ലാ കൺട്രീസിനും സർപ്ലസ് ഒരേ സമയത്ത് സർപ്ലസ് വരണം എന്നില്ല. കാരണം നമ്മളിപ്പോ അഡ്വാൻറ്റേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് കൺട്രിക്കാണോ എക്സ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അവിടെ നഷ്ടമായിരിക്കും വരുന്നത്. സോ എല്ലാ കൺട്രീസിനും ഒരേ സമയം സർപ്ലസ് കിട്ടണം എന്നില്ല. പിന്നെ മാത്രമല്ല ഈ സ്റ്റോക്ക് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈം പീരീഡ് ഒരു ഷോർട്ട് റണ്ണിലേക്ക് വേണ്ടി മാത്രമാണ് വരുന്നത്. കാരണം നമുക്ക് ഒരു കൺട്രിക്ക് ഫുൾ എല്ലാ പ്രൊഡക്ഷൻ ഏരിയയിലും മികച്ചതാവണം എന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മളിപ്പം ഒരു പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഒരു ഫേം സെറ്റപ്പ് ചെയ്തു, നമ്മൾ അതിന് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തു. നമുക്ക് അതാണ് കൂടുതൽ ബെനിഫിറ്റ് തരുന്ന ഒരു പ്രൊഡക്ഷൻ ഏരിയ എങ്കിൽ നമ്മൾ അതിൽ നിന്നായിരിക്കും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു ഷോർട്ട് റണ്ണിലേക്കായിരിക്കും നമ്മൾ അത് ചെയ്യുന്നതും. ഒരു ലോങ് റണ്ണിലേക്ക് ഒരു സംഭവം തന്നെ നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ നമുക്ക് മറ്റുള്ളവരുടെ എക്സ്പെൻസ് ഉള്ള ആ ഒരു അതായത് ബാക്കിയുള്ളവരുടെ എക്സ്പെൻസ് ഇപ്പൊ നമ്മള് ഒരു സാധനം ഉണ്ടാക്കി നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലാഭമുണ്ട്. നമ്മുടെ ആ ലാഭം എന്ന് പറയുന്നത് വേറുള്ള കൺട്രീസിന് ഒരു ചിലപ്പോൾ അത് നഷ്ടമാണ് അല്ലെങ്കിൽ അവർക്കൊരു ചെലവാണ്. അപ്പൊ അവരുടെ ആ ചെലവ് അവർക്ക് എത്ര നാളത്തേനുണ്ടോ അല്ലെങ്കിൽ ആ സാധനം അവർക്ക് എത്ര നാളത്തേന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നോ അത്രയും നാളത്തേന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സർപ്ലസ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്. Then the wealth of nations was measured by stock of metals they possess.
അതായത് ഒരു നേഷന്റെ വെൽത്ത് എന്ന് പറയുന്നത് മെഷർ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഓഫ് മെറ്റൽസിന്റെ ബേസിസിലായിരുന്നു. In contrast, today we measure wealth of a nation by its stock of human, man-made and natural resources available for producing goods and services. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ട് ഇന്ന് നമ്മൾ ഒരു വെൽത്ത് ഓഫ് നേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹ്യൂമൻ അല്ലെങ്കിൽ മാൻമെയ്ഡ് നാച്ചുറൽ റിസോഴ്സസ് എന്തോരം ഉണ്ട് എന്നുള്ളതിന്റെ ബേസിസിലാണ്. Mercantilists advocated strict government control of economic activity because gain from trade comes at expense of other nations or zero-sum gain. മെർക്കന്റലിസ്റ്റ്, അതായത് ആ സമയത്ത് മെർക്കന്റലിസ്റ്റ് അഡ്വക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൺട്രോൾ എക്കണോമിക് ആക്ടിവിറ്റീസ് നന്നായിട്ട് ഉണ്ടാവണം. കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള കൺട്രിയുടെ എക്സ്പെൻസ് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുവാണെങ്കിൽ മെർക്കന്റലിസം ടുക്ക് ദ വെർച്യൂസ് ഓഫ് ഗുഡ് ഗോൾഡ് ഓൾമോസ്റ്റ് ആസ് എൻ ആർട്ടിക്കിൾ ഓഫ് ഫെയ്ത്ത്, but they never tried to be explained adequately why the pursuit of gold deserved such a high priority in the economic plans. Then because of their nationalistic bent, mercantilist theory either brushed aside or else did not realize that from an international viewpoint this policy would necessarily prove self-defeating. The nation that successfully gains an export surplus must ordinarily do so at the expense of one or more other nations that record a massive import surplus. അതായത് ഈ തിയറി അഡ്വക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കിയില്ല, അതൊരു സെൽഫ് ഡിഫീറ്റിംഗ് തിയറിയാണ്. കാരണം എപ്പോഴും ഒരു കൺട്രിക്ക് തന്നെ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. ദെൻ അതിന്റെ ഒരു മേജർ അസംഷൻസ് എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ പറയാം. ഗോൾഡ് ആൻഡ് സിൽവർ ആർ കറൻസി ഫോർ ട്രേഡ്. അന്ന് നമ്മൾ ആ തിയറിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ ആണ് ഒരു കൺട്രിയുടെ കറൻസി ഫോർ ട്രേഡ്. അതായത് നമ്മുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷും കൂടുതൽ കാണും. ദെൻ തിയറി സേസ് യു ഷുഡ് ഹാവ് എ സർപ്ലസ്. അതായത് ഒരു കൺട്രിയിൽ മാക്സിമം സർപ്ലസ് കാണണം. ആൻഡ് ദെൻ മാക്സിമൈസ് എക്സ്പോർട്ട് ത്രൂ സബ്സിഡീസ്. സബ്സിഡീസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ എക്സ്പോർട്സ് മാക്സിമം ഇൻക്രീസ് ചെയ്യണം. ദെൻ മിനിമൈസ് ഇമ്പോർട്ട്സ് ത്രൂ താരിഫ്സ് ആൻഡ് കോട്ടാസ്. ഇമ്പോർട്ട്സ് കുറയ്ക്കണം. എങ്ങനെയാ? താരിഫ്സും കോട്ടാസും വെച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഇമ്പോർട്ട്സ് കുറയ്ക്കണം. ദെൻ അസംഷൻസ് ദർ ഇസ് എ ഫിനിറ്റ് എമൗണ്ട് ഓഫ് വെൽത്ത് ഇൻ ദ വേൾഡ്. അതായത് ഈ തിയറിയിൽ നമ്മൾ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത് കുറച്ച് അസംഷന്റെ ബേസിസിലാണ്. സോ അതിൽ ഫസ്റ്റ് അസംഷൻ ആണ് ഒരു ഫിനിറ്റ് എമൗണ്ട് ഓഫ് വെൽത്ത് ഇൻ ദ വേൾഡ്. അതായത് വേൾഡ് മൊത്തത്തിൽ ഒരു ഫിനിറ്റ് എമൗണ്ട് ഓഫ് വെൽത്ത് ഉണ്ട്, അതിനനുസരിച്ചാണ് ഓരോരുത്തരും ട്രേഡ് ചെയ്യുന്നത് എന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. ദെൻ എ നേഷൻ ക്യാൻ ഓൺലി ഗ്രോ റിച്ച് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതർ നേഷൻസ്. പിന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള അല്ലെങ്കിൽ എക്കണോമിസ്റ്റ് ഒരു ഫോം ചെയ്ത ഒരു അസംഷൻ എന്ന് പറയുന്നത് മറ്റൊരു കൺട്രിയുടെ എക്സ്പെൻസിനെ മാത്രമേ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ പറ്റൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഒരു ട്രേഡിൽ നമുക്ക് എന്താ പറയാ ഒരു കൺട്രിക്ക് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ എന്നാണ് ഒരു അസംഷൻ. എ നേഷൻ ഷുഡ് ട്രൈ ടു അച്ചീവ് ആൻഡ് മെയിൻറ്റെയിൻ എ ഫേവറബിൾ ട്രേഡ് ബാലൻസ് എക്സ്പോർട്ടിംഗ് മോർ ദാൻ ഇറ്റ്സ് ഇമ്പോർട്ട്സ്. അതായത് ഒരു നേഷൻ ട്രൈ ടു അച്ചീവ് മെയിൻറ്റെയിൻ എ ഫേവറബിൾ ട്രേഡ് ബാലൻസ്. നമ്മളൊരു ട്രേഡ് ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതായത് ഈക്വൽ ആയിരിക്കണം. എക്സ്പോർട്സിനേക്കാളും ഇമ്പോർട്ട്സ് കൂടാൻ പാടില്ല, അല്ലെങ്കിൽ എക്സ്പോർട്ടിങ് ഇച്ചിരിയും കൂടെ കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ സർപ്ലസ് വരുള്ളൂ. അപ്പോൾ ഒരു ട്രേഡ് ബാലൻസ് എന്നും എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ 3 അസംഷൻസ് പറയുന്നത്. അടുത്തത് അപ്പൊ അത്രയും മെർക്കന്റിലിസം തിയറി കഴിഞ്ഞു. ദെൻ സെക്കൻഡ് വൺ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി വാസ് ഫോംഡ് ബൈ ആഡം സ്മിത്ത് ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ വെൽത്ത് ഓഫ് നേഷൻസ് ഇൻ 1776. അതായത് ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് അതിനകത്ത് പറയുന്നതാണ് ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. In this theory, he argued that the capability of one country to produce more of a product with the same amount of input than the another country, then a country should produce only goods where it is most efficient and trade for those goods where it is not efficient. അതായത് ഒരു കൺട്രിയിൽ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത്
അതായത് രണ്ട് കൺട്രീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റിന്റെ കൺട്രീസ് ഡിവൈഡ് ബൈ ലേബർ കണ്ടന്റ്. ഇപ്പം ഒരു കൺട്രിയില് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിന്റെ വാല്യൂ ബേസ് ചെയ്തിരിക്കുന്നത് ലേബർ കണ്ടന്റിന്റെ ബേസിസിലാണ്. ഇപ്പം ഒരു കൺട്രിയിലെ പ്രൊഡക്ഷന്റെ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വേറൊരു കൺട്രിയിലെ ഇൻപുട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തോ ആണോ അത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷനെ പറ്റിയാണ് ആഡം സ്മിത്ത് ഇവിടെ പറയുന്നത്. കേപ്പബിലിറ്റി ഓഫ് വൺ കൺട്രി ടു പ്രൊഡ്യൂസ് മോർ ഓഫ് എ പ്രോഡക്റ്റ് വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് ഇൻപുട്ട് ദാൻ ദി അതർ കൺട്രി. അതായത് വേറൊരു കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻപുട്ട്, അത് ലേബർ ആവാം, അല്ലെങ്കിൽ വേറെ ഫാക്ടർ കോസ്റ്റോ, അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് അല്ല, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് ഒരു കൺട്രിയിൽ നമ്മൾ എന്തോരം ഇൻപുട്ട് കൊടുക്കുന്നുണ്ടോ ആ കൺട്രിയിൽ ഇൻപുട്ട് അത്രയും കൊടുത്തിട്ട് എന്തോരം പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനേക്കാളും വേറൊരു കൺട്രിക്ക് അത്രയും ഇൻപുട്ട് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തോരം പറ്റുന്നുണ്ട്, അതാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ദെൻ എ കൺട്രി ഷുഡ് പ്രൊഡ്യൂസ് ഓൺലി ഗുഡ്സ് വെർ ഇറ്റ് ഈസ് മോസ്റ്റ് എഫിഷ്യന്റ്. പിന്നെ ആഡം സ്മിത്ത് ഇതിൽ പറയുന്നത് ഒരു കൺട്രി അതിൽ മോസ്റ്റ് എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത്, അതായത് പ്രൊഡക്ഷനിൽ ഏത് ഗുഡ്സിന്റെ കീഴിലാണോ മോസ്റ്റ് എഫിഷ്യന്റ് എന്ന് പറയുന്നത് അവിടെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ. അല്ലാത്ത നമ്മൾ എഫിഷ്യന്റ് അല്ലാത്ത പ്രൊഡക്ഷൻ ഏരിയയിൽ നമ്മൾ കൈവെക്കരുത്. അങ്ങനെയാണ് ആഡം സ്മിത്ത് പറയുന്നത്. പിന്നെ അസ്യൂംസ് ദർ ഈസ് ആൻ അബ്സല്യൂട്ട് ബാലൻസ് എമംഗ് നേഷൻസ്. പിന്നെ ഒരു ബാലൻസ് എമംഗ് നേഷൻസ് ഉണ്ടെന്ന് പുള്ളി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിനകത്ത് പറയുന്നത്. ഇനി ടെക്സ്റ്റിൽ നോക്കിയാൽ സം കൺട്രീസ് ഹാവ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സം ഗുഡ്സ് as labor cost is low in such countries. They can export such goods and import other goods in which labor cost is higher in the home country. ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ലേബർ കോസ്റ്റിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആഡം സ്മിത്ത് ഈ തിയറി ഫോം ചെയ്തേക്കുന്നത്. കാരണം എക്സ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ലേബർ കോസ്റ്റ് കൂടുതലുള്ള കൺട്രീസ് ആണെങ്കിൽ, ലേബർ കോസ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാം. ആൻഡ് സച്ച് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് അതർ ഗുഡ്സ് ഫോർ വിച്ച് ലേബർ കോസ്റ്റ് ഈസ് ഹയർ ഇൻ ദ ഹോം കൺട്രിയിൽ ലേബർ കോസ്റ്റ് കൂടുതൽ എന്തിനാണോ അതിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, ആ ഐറ്റംസിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ലേബർ കോസ്റ്റ് കുറവായിട്ടുള്ള പ്രൊഡക്ഷൻ സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ഇന്ത്യ ഹാസ് അഡ്വാൻറ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത് ആൻഡ് USA ഹാസ് അഡ്വാൻറ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്, India should produce only cloth and export it to USA, and USA should produce wheat and to export it to India. The theory argues that both countries will benefit from this trade. അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി എഫിഷ്യന്റ് ആയിട്ടുള്ളത് പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സിലാണ്. USA എന്ന് പറയുന്ന കൺട്രി എഫിഷ്യന്റ് ആയിട്ടുള്ളത് പ്രൊഡക്ഷൻ ഓഫ് വീറ്റിലാണ്. അപ്പൊ നമുക്കറിയാം USA എഫിഷ്യന്റ് ആയിട്ടുള്ളത് വീറ്റിലായിരിക്കുന്നത് കൊണ്ട് തന്നെ USA അവിടുന്ന് സാധനങ്ങൾ നമുക്ക് തരും. നമ്മൾ എഫിഷ്യന്റ് ആയിരിക്കുന്നത് ക്ലോത്ത്സിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ക്ലോത്ത്സ് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു കൺട്രി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ട്രേഡ് ബാലൻസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ രണ്ട് കൺട്രിക്കും ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിനെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിലൂടെ ആഡം സ്മിത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. Then this theory destroys the mercantilist idea since there are gains to be had by both countries party to an exchange. അപ്പൊ ഇതിനകത്തെന്ന് പറയുന്നത് മെർക്കന്റിലിസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഒരു കൺട്രി ഏത് സംഭവത്തിലാണോ നമ്മൾ ബെനിഫിറ്റ് ചെയ്യുന്നത് അത് മാത്രം ചെയ്തുകൊണ്ട് ഇമ്പോർട്ട്സ് മാക്സിമം കുറയ്ക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വെൽത്ത് അക്വയർ ചെയ്യുക, കൂടുതൽ വെൽത്ത് അക്വയർ ചെയ്യുക എന്നാണ് മെർക്കന്റിലിസം തിയറി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ വീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം, അങ്ങനെ ബാലൻസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മെർക്കന്റിലിസ്റ്റ് തിയറി ഇവിടെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്. Then questions the objective of national governments to acquire wealth through restrictive trade policies.
അതായത് നാഷണൽ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് ഓരോ നാഷണൽ ഗവൺമെന്റ്സ് ഫോം ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് വെൽത്ത് അക്വയർ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ബേസിസിൽ. സോ അങ്ങനെയുള്ളതിനെ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ദെൻ എഫിഷ്യന്റ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ലീഡ്സ് ടു പൊട്ടൻഷ്യൽ വെൽബീയിങ് ഓഫ് പീപ്പിൾ. അതായത് എഫിഷ്യന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കൺട്രിയിലെ അല്ലെങ്കിൽ അവിടുത്തെ വെൽഫെയർ ഓഫ് ദ ഹ്യൂമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്ഷനിൽ നമ്മൾ എഫിഷ്യന്റ് ആണെങ്കിൽ അവിടെ ലേബർ കോസ്റ്റ് കുറഞ്ഞ് നമുക്ക് സർപ്ലസ് ഒക്കെ കൂടുതൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് പീപ്പിളിന് തന്നെയാണ് കിട്ടുന്നത്. Then both exporting and the importing country gain by engaging in trade. അതായത് രണ്ട് കൺട്രീസും നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അതേസമയം മെർക്കന്റലിസ്റ്റ് തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ക്വാട്ടാസ് ആൻഡ് താരിഫ് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. മീൻസ് അങ്ങനത്തെ കാര്യങ്ങളില്ല. കാരണം ഇമ്പോർട്ട്സ് നമുക്ക് വേണം. കാരണം നമ്മൾ വീക്ക് ആയിട്ടുള്ളിടത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ അല്ലാത്തടത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് കൺട്രിക്ക് ഗെയിൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. This theory was developed by David Ricardo in 1817 and argued that a country should produce only goods wherein it is most efficient and import those goods in which it is less efficient. അതായത് കമ്പയർഡ് ടു അനദർ പ്രോഡക്ട്സ്, ഏത് പ്രോഡക്റ്റിനാണോ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ആ പ്രോഡക്റ്റിനെ നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാം. എഫിഷ്യന്റ് അല്ലാത്ത ഗുഡ്സിൽ നമ്മൾ കുറച്ച് മാത്രം ഇമ്പോർട്ട് ചെയ്യാം. Even if a country is efficient in producing all the goods, still trade between two countries prove beneficial. അതായത് ഇപ്പൊ എഫിഷ്യന്റ് ഇൻ പ്രൊഡ്യൂസിങ് എല്ലാ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്മൾ എഫിഷ്യന്റ് ആണെങ്കിൽ പോലും ട്രേഡ് ബാലൻസ് മെയിൻറ്റെയിൻ, കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. Then assumes that a country does not have to be best at anything to gain from trade. ഈ തിയറിയിൽ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, അല്ലെങ്കിൽ അസംഷൻ എന്ന് പറയുന്നതിൽ ഒന്നാണ്, ഒരു രാജ്യം എല്ലാത്തിലും ബെസ്റ്റ് ആയിരിക്കണം എന്നില്ല. ഒരു ട്രേഡിൽ നമ്മൾ കൂടുതൽ നന്നായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു കൺട്രിക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഏരിയയിൽ ഏറ്റവും നല്ലതായിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിരിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. Then countries gain in those activities which it can produce at world prices even though it may not have absolute advantage. അതായത് countries gain in those activities which it can produce at world prices. അപ്പം നമ്മുടെ ഇവിടുത്തെ മാത്രം പ്രൈസ് നോക്കിയല്ല, ബാക്കിയുള്ള വേൾഡ് മൊത്തത്തിലുള്ള പ്രൈസ് നോക്കി ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ടെന്നുള്ളതാണ് അടുത്ത ഒരെണ്ണം പറയുന്നത്. According to this theory, that countries in the long run will tend to specialize in business where they have a comparative low-cost advantage and import other goods. An example will illustrate the theory. അപ്പം ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറയാം. Then suppose a country A is better than the country B at making automobiles and country B is better than country A at making bread. It's obvious that both would benefit if A specialized in automobiles and B specialized in bread and they traded their products. This is a case of absolute advantage. But if A is also superior in making bread than B, the comparative cost theory says that A should still invest resources in what it does best, producing automobiles, and export that product to B. B should still invest in what it does best, making bread, and export that product to A, even if it is not as efficient as A. അതായത് ഇപ്പം എ എന്ന് പറയുന്ന ഒരു കൺട്രി ബി എന്ന് പറയുന്ന കൺട്രിയെക്കാളും മികച്ചതാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ, ഓട്ടോമൊബൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. സോ എക്ക് ഓട്ടോമൊബൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എഫിഷ്യന്റ് ആണ്, ബി എന്ന് പറയുന്നത് ബ്രെഡ് ഉണ്ടാക്കുന്നതിൽ എഫിഷ്യന്റ് ആണ്. അപ്പം രണ്ട് ഇതിന്റെയും ബെനിഫിറ്റും അല്ലെങ്കിൽ അവരുടെ വീക്ക് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം. കാരണം എ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽസ് ഉണ്ടാക്കുന്നു, അപ്പൊ അവർക്ക് ബ്രെഡ് ഇമ്പോർട്ട് ചെയ്യണം. ബി എന്ന് പറയുന്നത് ബ്രെഡ് ഉണ്ടാക്കുന്നു, അത് തന്നെ ഓട്ടോമൊബൈൽസ് അവർക്ക് ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ പറയുന്നത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിന്റെ ഒരു കേസാണ്. പക്ഷേ ബട്ട് ഇഫ് എ ഈസ് ഓൾസോ സുപ്പീരിയർ ഇൻ മേക്കിംഗ് ബ്രെഡ് ദാൻ ബി, ദ കമ്പാരറ്റീവ് കോസ്റ്റ് തിയറി സേസ് ദാറ്റ് എ ഷുഡ് സ്റ്റിൽ ഇൻവെസ്റ്റ് റിസോഴ്സസ് ഇൻ വാട്ട് ഇറ്റ് ഡസ് ബെസ്റ്റ്, പ്രൊഡ്യൂസിംഗ് ഓട്ടോമൊബൈൽസ്, ആൻഡ് എക്സ്പോർട്ട് ദാറ്റ് പ്രൊഡ്യൂസസ് ടു ബി.
അതായത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, നമ്മൾ എ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽസും ബ്രെഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓട്ടോമൊബൈൽസ് ഇമ്പോർട്ട് ചെയ്യുന്നു. അതെന്ന് പറയുന്നത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിന്റെ ഒരു കേസാണ്. ഇനി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ അതിന്റെ കേസിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ബ്രെഡും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറി അന്നേരം പറയുന്നത് എന്താന്ന് വെച്ചാൽ എ ഷുഡ് സ്റ്റിൽ ഇൻവെസ്റ്റ് റിസോഴ്സസ് ഇൻ വാട്ട് ഇറ്റ് ഡസ് ബെസ്റ്റ്. ഏതിലാണോ എ കൂടുതൽ മികച്ചത്, ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രെഡിനേക്കാളും എ ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല പറയുന്നത്. എ ഇപ്പോൾ ഓട്ടോമൊബൈൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അതിന്റെ ബെസ്റ്റ് മാക്സിമം വേയിൽ ഏറ്റവും നന്നായിട്ട് തന്നെ എ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. മാത്രമല്ല പിന്നെ അവർ ബ്രെഡും കൂടെ അവരവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് തന്നെ അത് തന്നെ അല്ലെങ്കിൽ എ ഉണ്ടാക്കുന്ന ഓട്ടോമൊബൈൽസ് അവരത് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് സാധനം ഉണ്ടാക്കിയാലും നമ്മൾ ബെസ്റ്റ് ഏതിലാണോ നമ്മൾക്ക് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടുന്നത് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. ഇപ്പം ബ്രെഡ് ഓട്ടോമൊബൈൽസ് എ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമൊബൈൽസിലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓട്ടോമൊബൈൽസ് ഉണ്ടാക്കുന്നതിൽ തന്നെ ആയിരിക്കണം കമ്പയർഡ് ടു ബ്രെഡ്. B should still invest in what it does best, making bread, and export that product to A even if it is not as efficient as A. And then the comparative advantage theory argues that both countries would still benefit from the trade. In other words, a country need to be best at anything to gain from trade. This is because of specialization of production in which it has greater efficiency in production. This will ensure efficient allocation of global resources. However, the theory is based on certain assumptions. അതായത് ടെക്സ്റ്റിലെ നോക്കുവാണെങ്കിൽ തിയറിയിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. കൊമോഡിറ്റീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺലി വിത്ത് ലേബർ. അതായത് ലേബർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൊമോഡിറ്റീസ് ആർ പ്രൊഡ്യൂസ്ഡ്. Then second one, the value of the products is determined by the labor content. Value of products determine ചെയ്യുന്നത് ലേബർ കണ്ടന്റിന്റെ ബേസിസിലാണ്. Then there is unrestricted flow of trade without tariffs and duties. ടാരിഫും ഡ്യൂട്ടീസും ഒന്നും ഇല്ലാതെ, റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്ലോ ഓഫ് ട്രേഡ് നടക്കുന്നുണ്ട്. Then cost of transport, insurance, etc. are ignored. കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. Then limitations എന്ന് പറയുന്നത് Ricardo's theory was based on only 2 countries and only 2 commodities, but international trade is among many countries with many commodities. അപ്പോൾ വൺ ഓഫ് ദ മേജർ ലിമിറ്റേഷൻസിൽ വരുന്നതാണ് ഈ റിക്കാർഡോയുടെ തിയറി എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത് 2 കൺട്രീസ് തമ്മിലുള്ള കൊമോഡിറ്റീസിന്റെ എക്സ്ചേഞ്ച് ആണ് പറയുന്നത്. പക്ഷെ ഒരു ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പം ഒരു കൺട്രിക്ക് പല കൺട്രി ആയിട്ട് നമ്മൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കുന്നുണ്ട്. എല്ലാ കൺട്രീസും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ തന്നെ ഇവിടെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ 2 കൺട്രീസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. Assumption of full employment helps theory to explain trade on the basis of comparative advantage. Cost of production, even in terms of labor, may change as countries at different levels of employment move towards full employment. അതായത് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റല്ലേ. കാരണം എല്ലാ കൺട്രീസിലും ഈക്വൽ ആയിരിക്കണം എന്നില്ല. ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടെന്ന് വെച്ച് നമ്മൾ ചെയ്യുമ്പം അതിനനുസരിച്ചായിരിക്കും ലേബർ കോസ്റ്റ് എല്ലാം വരുന്നത്. അപ്പോൾ ഓരോ കൺട്രീസിലെയും സാഹചര്യങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവും. അതെല്ലാം ഇവിടെ ബാധിക്കുന്നുണ്ട്. Then another serious defect is that transportation costs are not considered in determining comparative cost differences. Transportation cost consider ചെയ്യുന്നില്ല എന്നുള്ളതാണ് അടുത്ത മേജർ ലിമിറ്റേഷൻ. Then Ricardian theory is not applicable to developing countries as these countries are nowhere near to full employment. അതായത് റിക്കാർഡിയൻ തിയറി ഒരിക്കലും ആക്സെപ്റ്റബിൾ ആകാത്ത കൺട്രീസ് ആണ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. കാരണം ഫുൾ എംപ്ലോയ്മെന്റ് ഒരിക്കലും ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ വരത്തില്ല.
അല്ലെ? അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ റിക്കാർഡിയൻ തിയറി അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അടുത്ത തിയറി എന്ന് പറയുന്നതാണ് റെസിപ്രോക്കൽ ഡിമാൻഡ് തിയറി. J.S. Mill propounded the theory of reciprocal demand or the law of international values to explain the actual determination of equilibrium terms of trade. J.S. Mill ആണ് this theory propound ചെയ്തത് in the 20th century. According to him, the equilibrium terms of trade are determined by the equation of reciprocal demand. റെസിപ്രോക്കൽ ഡിമാൻഡിന്റെ ബേസിസിലാണ് ടേംസ് ഓഫ് ട്രേഡ് നടക്കുന്നതെന്നാണ് J.S. Mill ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇനി റെസിപ്രോക്കൽ ഡിമാൻഡ് എന്താന്ന് ചോദിച്ചാൽ മീൻസ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് ദ ടു ട്രേഡിംഗ് കൺട്രീസ് ഫോർ ഈച്ച് അതേഴ്സ് പ്രൊഡക്റ്റ് ഇൻ ടേംസ് ഓഫ് ദെയർ ഓൺ പ്രൊഡക്റ്റ്. അതായത് അവരുടെ പ്രൊഡക്റ്റിനെ വെച്ച് ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ ബാക്കിയുള്ള കൺട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും റിലേറ്റീവ് സ്ട്രെങ്ത് തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് റെസിപ്രോക്കൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. That means relative strength and elasticity of a demand of the two trading countries for each other's product in terms of their own product. Based on the assumption that free trade is allowed. Free trade ഉണ്ടെന്നുള്ള ആ ഒരു assumption ബേസിസിലാണ് ട്രേഡ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. Then drawback, government put regulations in trade in order to protect domestic industry and employment. അതായത് ഗവൺമെന്റ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയുടെ എംപ്ലോയ്മെന്റും എല്ലാം ശരിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് റെഗുലേഷൻസ് ഒക്കെ വെക്കുന്നുണ്ട്. റെസിപ്രോക്കൽ ഡിമാൻഡ് തിയറിയിലോട്ട് വരുവാണെങ്കിൽ ട്രേഡ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റിച്ച് ഇൻഡസ്ട്രിയൽ കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ് വിച്ച് പ്രൊഡ്യൂസ് ചീഫ്ലി primary products are conducted for many other reasons. This theory does not give any guidance on this. അതായത് ട്രേഡ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റിച്ച് ഇൻഡസ്ട്രിയൽ കൺട്രീസും ഡെവലപ്പിംഗ് നേഷൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. ഇതിനകത്ത് പറയുന്നത് ഫ്രീ ട്രേഡ് അലൗ ചെയ്യുന്നുണ്ട്, പിന്നെ കൺട്രീസ് തമ്മിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ബേസിസിലാണ് എന്നൊക്കെയാ പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാപിറ്റൽ റിച്ച് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കൺട്രീസും ഡെവലപ്പിംഗ് നേഷൻസും കണ്ടക്ട് ചെയ്യുന്ന ബിസിനസിനെ പറ്റി കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല. എല്ലാ നേഷൻസും ക്യാപിറ്റൽ റിച്ച് ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി. The opportunity cost is what has been given up in order to have some quantity of another thing. If an additional unit of one commodity has to be produced, the productive resources are to be diverted from the production of some other commodity to the given commodity. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് പ്രൊഫസർ ജി ഹാബലർ എന്ന് പറയുന്ന ആളാണ്. അതിൽ 1959 he argued that it is unrealistic to value goods in terms of labor only and apply comparative cost advantage to determine the extent of international trade. അതായത് ഈ തിയറിയിൽ അദ്ദേഹം പറയുന്നത് ലേബർ കോസ്റ്റിന്റെ ബേസിസിൽ മാത്രം ഒരിക്കലും നമുക്ക് ടേംസിന്റെ വാല്യൂ, ടേംസ് ഓഫ് ട്രേഡിന്റെ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. അപ്പൊ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഒരു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് അധികം ഒരു യൂണിറ്റ് കൂടെ അധികം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റിന്റെ എത്രത്തോളം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പ്രൊഡക്റ്റിന്റെ എന്തോരം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതിനുവേണ്ടി ചെലവാകുന്ന ആ ഒരു എമൗണ്ട്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. The resultant decrease in the quantity of the second commodity represents the opportunity cost of the additional quantity of the given commodity. അതായത് the resultant decrease in the quantity of the second commodity represents the opportunity cost of the additional quantity of the given commodity. അതായത് ഒരു സെക്കൻഡ് കൊമോഡിറ്റി ഉണ്ടായിരിക്കണമല്ലോ,
അപ്പം അവിടെ നമ്മൾ വരുത്തുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ വരുത്തുന്ന ഡിക്രീസ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് നമ്മളൊരു ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ആ കൊമോഡിറ്റി, ഫസ്റ്റ് ടൈം അല്ല, ആദ്യത്തെ ആ കൊമോഡിറ്റി നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ആ ചെലവെന്ന് പറയുന്നത് സെക്കൻഡ് കമ്മോഡിറ്റിയിൽ വരുന്ന ആ ഒരു ഡിക്രീസിന്റെ ക്വാണ്ടിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഡയഗ്രാം ആണ്. അതിനൊരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിക്ക് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇഫ് ഇന്ത്യ ഹാസ് ടു റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് കോട്ടൺ ബൈ 2 lakh bales in order to raise the production of wheat by 1 lakh tons, then the opportunity cost of 1 unit of wheat is 2 units of cotton. അത് 1 wheat is equal to 2 cottons. അതായത് ഇപ്പൊ ഇന്ത്യക്ക് വീറ്റ് 1 ലക്ഷം ടൺ കൂട്ടണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ, അതായത് കോട്ടന്റെ പ്രൊഡക്ഷൻ നമുക്ക് 2 lakh bales എന്ന് പറയുന്നത് കുറയ്ക്കണം. അപ്പം അതിന് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ടൺ ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത് 2 lakh bales ഓഫ് 2 lakh bales ഓഫ് കോട്ടൺ ആണ്. അപ്പൊ അതാണ് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഹാബർലർ മെയ്ഡ് യൂസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കർവ് to express the opportunity cost of one commodity in terms of the other. The opportunity cost curve has been called as the transformation curve or production possibility curve by Paul Samuelson, and production frontier or production indifference curve by A.P. Lerner. അപ്പം ഇതിന് പല പേരുകളുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ദെൻ പോൾ സാമുവൽസന്റെ ബേസിസിൽ ആണ് അങ്ങനെ പോൾ സാമുവൽസൺ ഫോം ചെയ്തതിന്റെ ബേസിസിലാണ് അങ്ങനെ നെയിം. ദെൻ പ്രൊഡക്ഷൻ ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് ബൈ A.P. ലേണർ. അങ്ങനെ പല നെയിംസ് ഉണ്ട്. അത് ഓരോരുത്തർ പറയുന്ന അവരുടെ ഐഡിയാസ് അനുസരിച്ച് അവര് പ്രൊപ്പോണ്ട് ചെയ്ത ഐഡിയാസിന്റെ ബേസിസിൽ അവർ ഓരോ നെയിംസും ഈ കർവ്സിന് തിയറിയൊക്കെ ഇട്ടിട്ടുണ്ട്. Haberler's contribution was an improvement upon the classical version of labor theory of value. The classical theory explained trade under constant cost, and the opportunity cost theory explained trade under varying cost conditions. The gains of trade are more clearly brought under varying cost conditions like increasing cost, constant cost, decreasing cost, etc. അതായത് ഹാബർലർ ഇവിടെ പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആദ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലേബർ കോസ്റ്റിന്റെ മാത്രം ബേസിസിലല്ല ഇവിടെ ഹാബർലർ തിയറി ഫോം ചെയ്തത്. പലതരത്തിലുള്ള കോസ്റ്റ്, നമുക്കൊരു കൊമോഡിറ്റിയുടെ അധികം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മറ്റൊരു കൊമോഡിറ്റിയുടെ എത്ര യൂണിറ്റ് നമ്മൾ നഷ്ടപ്പെടുത്തണം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന് വരുന്ന പലതരത്തിലുള്ള കോസ്റ്റിന്റെ ബേസിസിലാണ്. സോ അപ്പൊ അതിന്റെ അവിടെ കാൽക്കുലേഷനിൽ പലതരത്തിലുള്ള കോസ്റ്റും അങ്ങനത്തെ ചെലവുകളെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ തിയറിയിൽ. ദെൻ അടുത്തതെന്ന് പറയുന്നതാണ് ഫാക്ടർ എൻഡോമെന്റ് തിയറി. അത് മോഡേൺ തിയറിയിലേക്ക് വരുന്നുണ്ട്. അതായത് അത് എന്ന് പറയുന്നത് ഒരു മോഡേൺ തിയറിയാണ്. ഹെക്ഷർ ഓലിൻ തിയറി എന്ന് പറയുന്നത് ഒരു മോഡേൺ തിയറിയാണ്. This theory, trade theory, holding that countries produce and export those goods that require resources that are abundant and thus cheapest, and import those goods that require resources that are in short supply. അതായത് factor endowments, as there are differences in factor endowments, countries produce the same commodity at different cost and prices. Some other have abundance of capital. The labor-rich countries have lower wage rates and specialize in the production of labor and intensive goods. അതായത് ഈ ഫാക്ടർ എൻഡോമെന്റ് തിയറിയിൽ വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രിക്ക് കൂടുതൽ റിസോഴ്സസ് ഉള്ള മേഖല ഏതാണോ അവിടുന്ന് നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇമ്പോർട്ട് ദോസ് ഗുഡ് റിക്വയർ റിസോഴ്സസ് ദാറ്റ് ആർ ഇൻ ഷോർട്ട് സപ്ലൈ. നമുക്ക് കുറച്ച് നാളത്തേനെ നമുക്ക് റിസോഴ്സസ് ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. നമ്മൾ റിച്ചസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് ഏത് മേഖലയിലാണുള്ളത് ആ മേഖലയിൽ നിന്നുള്ള പ്രൊഡക്ഷനുള്ള സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. That requires factors that are abundant and thus
cheapest and import those goods that require resources that are in short supply. അതായത് നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുമെന്നുള്ള ആ മേഖലയിൽ നിന്നുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യും. നമുക്ക് റിസോഴ്സസ് കുറവാണെന്നുള്ള ആ മേഖലയിൽ നിന്നുള്ള സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. എക്സാമ്പിൾ, ഓസ്ട്രേലിയ ലോട്ട് ഓഫ് ലാൻഡ് ആൻഡ് എ സ്മോൾ പോപ്പുലേഷൻ റിലേറ്റീവ് ടു ഇറ്റ് സൈസ്, സോ വാട്ട് ഇറ്റ് ഷുഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അങ്ങനെ തീരുമാനിക്കുന്നത്. അസ്യൂംസ് ദാറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആർ ഐഡന്റിക്കൽ ഫോർ ഓൾ കൺട്രീസ്. അതിനകത്ത് അസംഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എല്ലാ കൺട്രീസിലും സെയിം ആണ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആണ്. ദെൻ അസ്യൂംസ് ദാറ്റ് ദർ ഇസ് നോ അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ അവര് എടുക്കുന്നില്ല. പിന്നെ അതിന്റെ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അതിനു മുമ്പ് 4 അസംഷൻസ് ഉണ്ട്. അതില് ദർ ഇസ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ കൊമോഡിറ്റി ആൻഡ് ഫാക്ടർ മാർക്കറ്റ്സ്. അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അവിടുത്തെ കൊമോഡിറ്റീസും ഫാക്ടർ മാർക്കറ്റ്സും തമ്മിൽ ഉണ്ടെന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ 2 ഫാക്ടർ ആൻഡ് 2 കൺട്രി മോഡൽ. അതായത് ലേബർ ആൻഡ് ക്യാപിറ്റലിന്റെ ബേസിസിൽ മാത്രമാണ് ട്രേഡ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതാണ് അടുത്ത അസംഷൻ. ദെൻ ഡിമാൻഡ് കണ്ടീഷൻസ് ആർ ഐഡന്റിക്കൽ ഇൻ ബോത്ത് കൺട്രീസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രേഡ് നടത്തുന്ന കൺട്രീസ് തമ്മിൽ ഡിമാൻഡ് കണ്ടീഷൻസ് ഈക്വൽ ആയിരിക്കും. ദെൻ ദർ ആർ നോ റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ്, ഫ്രീ ട്രേഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇത്ര 4 അസംഷൻസ്. ഇനി അടുത്തത് ലിമിറ്റേഷൻസിലേക്ക് പോകുമ്പോൾ അസ്യൂംസ് ദാറ്റ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷനൽ ആർ ഐഡന്റിക്കൽ ഫോർ ഓൾ ദ കൺട്രീസ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതായത് ഇപ്പം പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ഐഡന്റിക്കൽ ആണെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഒരിക്കലും ഒരു ഈക്വൽ ആവത്തില്ല. കാരണം ക്യാപിറ്റൽ റിച്ച് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് 2 മേജർ കൺസേൺസ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അത് ഐഡന്റിക്കൽ ആവില്ല. അസ്യൂംസ് ദാറ്റ് ദർ ഈസ് നോ എംപ്ലോയ്മെന്റ്, ദർ ഈസ് നോ അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് ഇല്ലെന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ ബേസിസിലാണ് ഇത് നടത്തുന്നത്. അപ്പൊ ഒരിക്കലും അത് നടക്കത്തില്ലാത്ത കാര്യം തന്നെയാണ്. ഹാർഡ് പവർ, പ്രൊഡക്റ്റീവ് പവർ വളരെ ലോ ആയിരിക്കും. ദെൻ കൺസിഡർഡ് ആസ് ക്യാപിറ്റൽ ആസ് ഹോമോജീനിയസ്. ക്യാപിറ്റല് ഹോമോജീനിയസ്, എല്ലാ കൺട്രീസിലും എന്താ പറയാ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നതെന്നാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതൊരു മേജർ ഡ്രോബാക്ക് തന്നെയാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് മോഡേൺ തിയറിയുടെ കീഴിൽ വരുന്നതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. ആർ വെറോൺ ഇൻ 1966. This trade theory holding that a country will begin by exporting its products and later undertake foreign direct investment as product moves through its life cycle. അതായത് ഈ തിയറിയിൽ പറയുന്നത് ഒരു ലൈഫ് സൈക്കിൾ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആണ്. അതായത് ആദ്യം ഒരു കൺട്രി എക്സ്പോർട്ട് ചെയ്ത്, അതായത് അതിന്റെ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്തങ്ങ് തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്ത് നമ്മൾ പോവുകയാണ്. maturity, growth, അങ്ങനെ അങ്ങ് പോവാണ്. Then as products mature, both location of sales optimal production changes. നമ്മള് പ്രൊഡക്ട്സ് മച്ചുവർ ആകുമ്പോഴത്തേക്കും അതിന്റെ ലൊക്കേഷനും അതിന്റെ സെയിൽസും എല്ലാം പ്രൊഡക്ഷന്റെ ആ ഒരു ചേഞ്ചസ് എല്ലാം വന്നുകൊണ്ടിരിക്കും. ദെൻ അഫക്ട്സ് ഡയറക്ഷൻ ആൻഡ് ഫ്ലോ ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ്. ഇമ്പോർട്ടിന്റെ എക്സ്പോർട്ടിന്റെ ഫ്ലോ ഓഫ് ഡയറക്ഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമി മേക്സ് ദിസ് തിയറി ലെസ് വാലിഡ്. അപ്പൊ ഈ തിയറിയിലെ ഒരു എന്താ പറയാ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതും ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമി എന്ന് പറയുന്നതുമാണ് ഈ തിയറിനെ ഒരു ലെസ് വാലിഡ് ആയിട്ട് അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞതാണ് ഈ തിയറി എന്ന് പറയുന്നതിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് അതിന്റെ ഗ്ലോബലൈസേഷനും ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമിയാണ്. Product life cycle and trade implication. Increased emphasis on technology's impact on product cost. Then explained international investment. പിന്നെ ട്രേഡ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ട്രേഡിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് എംഫസിസ് ഓൺ ടെക്നോളജീസ് ഇമ്പാക്ട് ഓൺ പ്രൊഡക്റ്റ് കോസ്റ്റ്. അപ്പം ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിന് ടെക്നോളജിക്കൽ ബേസിസിനും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ വന്നതാണ്. ഈ മേഖലയിൽ വന്ന ഒരു എന്താ പറയാ, കൂടുതൽ ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ ടെക്നോളജി കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ കോസ്റ്റും അതിനനുസരിച്ച് ആ ടെക്നോളജിയുടെ ബേസിസിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റും അതിന്റെ ബേസിസിൽ വന്നു തുടങ്ങി. ദെൻ എക്സ്പ്ലെയിൻഡ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ കാര്യങ്ങളിലും ചേഞ്ചസ് വന്നു.
ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ. പിന്നെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ടെക്നോളജി ബേസ്ഡ് പ്രോഡക്ട്സ്. ടെക്നോളജി ബേസ്ഡ് പ്രോഡക്ട്സിനാണ് ഈ തിയറി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. സം പ്രോഡക്ട്സ് നോട്ട് ഈസിലി ക്യാരക്ടറൈസ്ഡ് ബൈ സ്റ്റേജസ് ഓഫ് മെച്യൂരിറ്റി. ദെൻ മോസ്റ്റ് റിലവന്റ് ടു പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ മാസ് പ്രൊഡക്ഷൻ. ഒരു മാസ് പ്രൊഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്ട്സിനാണ് കൂടുതൽ റിലവന്റ് ആയിട്ടുള്ളത്. ദെൻ ദ 3 stages ഓഫ് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന സ്റ്റേജ് ആണ് ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ. Always begin with the introduction of a new product. In this stage, a corporation in a developed country will innovate a new product. The market for this product will be the small. Sales will be the relatively low as a result. അതായത് ഈ തിയറി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. ആ ഒരു സ്റ്റേജിൽ ഒരു ഡെവലപ്ഡ് കൺട്രി വിൽ ഇന്നോവേറ്റ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. ദെൻ അതായത് ആ പ്രൊഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മാർക്കറ്റ് വളരെ ചെറുതായിരിക്കും. ആദ്യത്തെ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ സെയിൽസ് കുറഞ്ഞായിരിക്കും. കാരണം ആൾക്കാർക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൺട്രീസ് തമ്മിൽ നമ്മൾ ഒരു നല്ല റിസ്ക് എടുത്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബേസിസിൽ ഉള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. Vernon deduced that innovative products are more likely to be created in a developed nation because the buoyant economy means that people have more disposable income to use a new product. അതായത് വെർണോൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ തിയറി ഇംപ്ലിമെന്റ് ചെയ്ത ആളെന്ന് പറയുന്നത് റേമണ്ട് വെർണോൺ എന്ന് പറയുന്ന ആളാണ്. സോ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡെവലപ്ഡ് നേഷൻസിൽ മാത്രമേ അങ്ങനെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേജ് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ആ കൺട്രീസിലാണ് കൂടുതൽ എക്കണോമി ഉള്ളത്. സോ അങ്ങനെ വരുമ്പം ഡെവലപ്ഡ് കൺട്രീസിൽ ആണ് ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ്, അതായത് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നടക്കത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. Then the second stage is the maturity stage. At this point, when the product has firmly established demand in developed countries, the manufacturer of the product will need to consider opening up production plants locally in each developed country to meet the demand. അതായത് സെക്കൻഡ് സ്റ്റേജ് ആണ് മെച്യൂരിറ്റി സ്റ്റേജ്. അതായത് ആദ്യം നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് അത് അത്യാവശ്യം നല്ല സെയിൽസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇത് ഡെവലപ്ഡ് കൺട്രീസിൽ പിന്നെയും വേറെ ലോക്കൽ മാർക്കറ്റ്സിലോട്ട് ഇത് അങ്ങ് നമ്മള് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഡെവലപ്ഡ് കൺട്രീസിൽ പുതിയ പ്രൊഡക്ഷൻ പ്ലാന്റ്സ് പിന്നെയും തുടങ്ങി അതിന്റെ ഡിമാൻഡ് പിന്നെയും കൂടും. As the product is being produced locally, labor cost and export and cost will be decreased, thereby reducing the unit cost and increasing revenue. അതായത് ലോക്കലി ഈ പ്രൊഡക്ട്സ് നമ്മൾ കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇതൊരു നന്നായിട്ട് എന്താ പറയാ മാർക്കറ്റിൽ ഇത് കൂടുതൽ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ പിന്നെയും പ്രൊഡക്ഷൻ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്ത് പിന്നെ ലോക്കലി അങ്ങനെ പ്രൊഡക്ഷൻ പ്ലാൻസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലേബർ കോസ്റ്റ് അങ്ങനെ ഒത്തിരി ആൾക്കാരും വരും. അപ്പൊ ലേബർ കോസ്റ്റ് കുറവായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ക്യാൻ സ്റ്റിൽ ഒക്കർ അറ്റ് ദിസ് പോയിന്റ് ആസ് ദർ ഈസ് സ്റ്റിൽ റൂം ടു അഡാപ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രൊഡക്റ്റ് ഇഫ് നീഡഡ്. Appetite for the product in developed nations will continue to increase in this stage. വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് നമുക്ക് നടത്താം. കൂടുതൽ ഡെവലപ്മെന്റ് ആ പ്രൊഡക്റ്റ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ആൾക്കാരനുസരിച്ച് ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഈസി ആയിട്ട് നടക്കും. Then product standardization. Then the third stage ആണ് product standardization എന്ന് പറയുന്നത്. Exports to nations with a less developed economy begin in earnest. ലീസ് ഡെവലപ്ഡ് കൺട്രി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ട് ഈ സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങും. അതാണ് തേർഡ് സ്റ്റേജിന്റെ ഫസ്റ്റ് മെയിൻ ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങും. അതായത് ലീസ് ഡെവലപ്പിംഗ് കൺട്രീസിലോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങും. Then second one, competitive product offers saturates the market which means that the original purveyor of the product lost their competitive edge on the basis of innovation. അതായത് വേറൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്നോവേഷന്റെ ഭാഗമായിട്ട് കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റ് ഓഫർ സാച്ചുറേറ്റ്സ് ദ മാർക്കറ്റ് which means that the original purveyor of the product loses their competitive edge on the basis of innovation. അതിപ്പോ കോമ്പറ്റീറ്റീവ് ഇപ്പൊ ഒരാള് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടിട്ട് വേറൊരാള് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുമ്പോൾ ഇന്നോവേഷന്റെ ഭാഗമായിട്ട് ചിലപ്പം കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഒരാള് അല്ലെങ്കിൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത ആള് താഴെ പോയെന്നും വരാം.
ഈ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ. ഇൻ റെസ്പോൺസ് ടു ദിസ്, rather than continuing to add new features to the product, the corporation focuses on driving down the cost of the process to manufacture the product. സോ അങ്ങനെ ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റിന് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക അങ്ങനെയുള്ളതല്ലാതെ ആഡ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ കോസ്റ്റ് കുറച്ച് നമ്മൾ മാക്സിമം ബെനിഫിറ്റിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ട് വരും. They do this by moving production to nations where the average income is much lower and standardizing and streamlining the manufacturing methods needed to make the product. ഇപ്പൊ നമുക്ക് കോസ്റ്റ് കുറവാണെങ്കിലും നമ്മൾ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് വേറൊരു കൺട്രിയിൽ എത്തിക്കഴിയുമ്പോഴും അവിടെ നമ്മൾ അത്യാവശ്യം വില കുറച്ചൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ തന്നെ അവർ കൂടുതലായിട്ട് അവർ സാധനങ്ങൾ വാങ്ങിക്കും. നമ്മളിവിടെ കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചെലവും വരുന്നില്ല. അവർ കൂടുതൽ ആ സാധനം അന്നേരം വാങ്ങിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റാൻഡേർഡ് ആയി ആ പ്രൊഡക്റ്റിന്. പിന്നെ നന്നായിട്ട് ന്യൂ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് പിന്നെയും ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് പ്രൊഡക്ഷന്റെ മെച്യൂരിറ്റി സ്റ്റേജിലേക്ക്, പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ സ്റ്റേജിലേക്ക് എത്തുന്നു. ഇത്രയാണ് തേർഡ് സ്റ്റേജസ് എന്ന് പറയുന്നത്. സോ അടുത്തതാണ് പോട്ടേഴ്സ് ഡയമണ്ട് മോഡൽ. ഈ മോഡൽ എന്ന് പറയുന്നത് ഡെവലപ്ഡ് ബൈ മൈക്കിൾ പോട്ടർ ഇൻ ഹിസ് ബുക്ക് ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് നേഷൻസ്. ഈ തിയറിയെ പറ്റി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിലാണ്. ദെൻ എക്സ്പ്ലെയിൻസ് വൈ പർട്ടിക്കുലർ ഇൻഡസ്ട്രീസ് ബിക്കം കോമ്പറ്റീറ്റീവ് ഇൻ പർട്ടിക്കുലർ ലൊക്കേഷൻസ്. ഇതിൽ അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഓരോ ഇൻഡസ്ട്രീസും ചില ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ദെൻ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് വൺ കമ്പനി ഈസ് റിലേറ്റഡ് ടു ദ പെർഫോമൻസ് ഓഫ് അതർ കമ്പനീസ്. അതായത് ഒരു കമ്പനിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയുടെ കോമ്പറ്റീറ്റീവ്നെസ് കൊണ്ട് കൂടി ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അതായത് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് വൺ കമ്പനി ഈസ് റിലേറ്റഡ് ടു ദ പെർഫോമൻസ് ഓഫ് അതർ കമ്പനി. ഇപ്പം കൺട്രി എ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൺട്രി ബിയും അത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ അവർ തമ്മിൽ നല്ല കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും. രണ്ടും കോമ്പറ്റീഷൻ തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് കൂടുതൽ നന്നായിട്ട് അവർ പെർഫോം ചെയ്താൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഇപ്പൊ നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ട് അവർ ആലോചിച്ച് ചിന്തിച്ച് കുറെ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ പെർഫോമൻസ് കൂടുതൽ ഇൻക്രീസ് ചെയ്തത്. അപ്പൊ അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ദെൻ ഡിമാൻഡ് ഫാക്ടർ കണ്ടീഷൻസ് ഗവൺമെന്റ് പോളിസീസ് ഹെൽപ്പ് കമ്പനീസ് ടു ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇങ്ങനെ ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ മേലിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിമാൻഡ്, ഗവൺമെന്റ് പോളിസീസ്, ദെൻ ഫാക്ടർ കണ്ടീഷൻസ് എക്സെട്ര, അതൊക്കെയാണ് പല കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇൻ ഹിസ് ബുക്ക് പോട്ടർ വാസ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഫ്യൂച്ചർ ഓഫ് കൊറിയ ആൻഡ് ലെസ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഫ്യൂച്ചർ ഓഫ് സിംഗപ്പൂർ. അപ്പം അങ്ങനെ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ ഓഫ് കൊറിയ അതായത് ഇവർ തമ്മിൽ പ്രൊഡക്ഷന്റെ ബേസിസിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൊറിയ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്റെ ഫ്യൂച്ചർ ഹൈ ആണ്, അല്ലെങ്കിൽ ഇവിടുത്തേതിന്റെ കുറവാണ്, സിംഗപ്പൂരിലേത് കുറവാണെന്നാണ് പുള്ളി അന്നേരം അതിനകത്ത് പറഞ്ഞത്. ദെൻ ഇറ്റ് വാസ് ബേസിക്കലി എ ഹോം ബേസ്ഡ് കൺസെപ്റ്റ് ആൻഡ് ഇഗ്നോർഡ് ദ നേച്ചർ ഓഫ് മൾട്ടിനാഷണൽ ആക്ടിവിറ്റീസ്. ഇതൊരു ഹോം ബേസ്ഡ് കൺസെപ്റ്റിലേക്കാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തത്. പോട്ടേഴ്സിന്റെ ഡിമാൻഡ് തിയറിയില് അദ്ദേഹം പല കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഡിറ്റർമിനൻസ്, അതായത് നാഷണൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് പോട്ടേഴ്സിന്റെ ഡയമണ്ട് തിയറിയിൽ വന്നിരിക്കുന്ന ഡിറ്റർമിനൻസ് ആണ്. ഒരു നാഷണൽ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് പോട്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഫാക്ടർ കണ്ടീഷൻസ്, സെക്കൻഡ് വൺ ഡിമാൻഡ് കണ്ടീഷൻസ്, third one related and supporting industries, then fourth one firm strategy or structure and rivalry. First one factor conditions. ഫാക്ടർ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ കൺട്രിയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അതായത് ഫാക്ടർ റിസോഴ്സസ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ്, ക്ലൈമറ്റ്, അതിന്റെ ലൊക്കേഷൻ, അതിന്റെ ഡെമോഗ്രഫി, അഡ്വാൻസ്ഡ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഫാക്ടർ കണ്ടീഷൻ അല്ലെങ്കിൽ ഫാക്ടർ എൻഡോമെന്റ്സ് എന്ന് പറയുന്നത്
വൺ ഓഫ് ദ മേജർ ഡിറ്റർമിനന്റ് ആണ് ഈ തിയറിയിൽ. അതിൽ നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഫാക്ടർ എൻഡോമെന്റ്സ് ഒരു മേജർ ഡിറ്റർമിനന്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിമാൻഡ് കണ്ടീഷൻസ് ആണ്. പ്രൊവൈഡിംഗ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇസ് ഡിറ്റർമൈൻഡ് ഓൾസോ ബൈ ദ ഹോം ഡിമാൻഡ്. ഇൻ ബിൽഡിംഗ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് പ്ലേ എ വൈറ്റൽ റോൾ. Firms in a nation can gain competitive advantage only if their domestic consumers are well demanding. Manufacturing products of good quality is needed for improving demand conditions. ഇത് ഹോം ഡിമാൻഡിന്റെ ബേസിസിൽ കൂടെയാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യമേ. അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഉള്ള അനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ സാധനങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കൂടുതൽ ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ അതിന് ഡിമാൻഡ് കൂടും. അപ്പൊ അതാണ് ഇവിടെ ഡിമാൻഡ് കണ്ടീഷൻസിന്റെ ബേസിസിൽ പറഞ്ഞിരിക്കുന്നത്. Then related and supporting industries. This determinant represents the involvement of related or supporting industries which show their competitiveness in an international economy. A strong competitive position is gained through investments made by suppliers and related industries in advanced factors internationally. അതായത് സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസിന്റെ ബേസിസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു വലിയൊരു മാനുഫാക്ചറിംഗ് ഫേം ആണെങ്കിൽ അതിന്റെ കയ്യിൽ എല്ലാ റോ മെറ്റീരിയൽസും പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ഉണ്ടായെന്ന് വരത്തില്ല. അപ്പം ബാക്കിയുള്ള ഇൻഡസ്ട്രീസിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. സോ സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതും വൺ ഓഫ് ദ മേജർ ഡിറ്റർമിനന്റ് ആണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജില്. Then fourth one, firm strategy, structure and rivalry. In achieving national competitive advantage, the ideologies of management may assist or do not assist in the nations. There exists a strong link between domestic rivalry which makes pressure on firms which may create efficiency and thereby becoming good competitors and will create competitive advantage in an industry. റൈവൽറി എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും, ചില സമയത്ത് ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കാം. കാര്യം അഡ്വാൻറ്റേജ് ആയിരുന്നു പറയുന്നതിനുള്ള മേജർ റീസൺ എന്ന് പറയാൻ റൈവൽറി ഉണ്ടായ സമയത്ത് നമുക്ക് വേറൊരു ഫേമുമായിട്ട് നമുക്ക് കൂടുതൽ കോമ്പറ്റീഷൻ വരും. അന്നേരം ആ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഹൈലി കോമ്പറ്റീറ്റീവ് ആകുമ്പോൾ നമ്മുടെ പെർഫോമൻസ് മാക്സിമം നമ്മൾ ഇംപ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അഡ്വാൻറ്റേജ് ആയിട്ടല്ലേ വരുന്നത്. അപ്പം ഈ 4 ഫാക്ടേഴ്സ് ആണ് നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിന്റെ ഒരു മേജർ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. ദെൻ ഒരു തിയറിയും കൂടിയാണുള്ളത്, ന്യൂ ട്രേഡ് തിയറി. ദ ന്യൂ ട്രേഡ് തിയറി NTT suggests that a critical factor in determining international trade are economies of scale and network effects. Collection of economic models in international trade which focuses on role of increasing returns to scale. This theory relaxes the assumption of constant returns to scale. ഈ തിയറി മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തത് 2 ഫാക്ടേഴ്സ് ആണ്. ഒന്നാമത്തേത് എക്കണോമീസ് ഓഫ് സ്കെയിലും രണ്ടാമത്തേത് നെറ്റ്വർക്ക് എഫക്റ്റും. Thus, the 2 key concepts that give advantage of these 2 countries are economies of scale and network effect. Economies of scale എന്ന് പറയുന്നത് it is a situation of cost saving due to an early entry into the market or an increased production capacity. Economies of scale കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളൊരു മാർക്കറ്റിലേക്ക് ഏറ്റവും ആദ്യമായിട്ട് എൻ്റർ ചെയ്യുമ്പം അവിടുന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു കോസ്റ്റ് സേവിങ്സ്, അതായത് ബാക്കിയുള്ളവർ എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്ത് നമ്മൾ അവിടെ പ്രൊഡക്ഷൻ നടത്തി നമ്മൾ അവിടെ മാർക്കറ്റിൽ സാധനങ്ങൾ എല്ലാം നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു അവിടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. രണ്ടാമത് വരുന്ന ഒരാൾക്കെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ മാർക്കറ്റ് കണ്ടീഷൻസ് അനലൈസ് ചെയ്തിട്ട് വേണം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ആദ്യമേ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലായി. സോ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മൾ ആ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്തതുകൊണ്ട് നമുക്കുണ്ടായ ആ ഗുണങ്ങളാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെറ്റ്വർക്ക് എഫക്ട്സ് എന്ന് പറയുന്നത് ദ നെറ്റ്വർക്ക് എഫക്ട് ഒക്കേഴ്സ് വെൻ എ ഗുഡ് ഓർ സർവീസ് becomes more valuable as more people use it. The value of the product or service is increased as the number of persons using it increases. അതായത് ഈ നെറ്റ്വർക്ക് എഫക്ട് എന്ന് പറയുന്നത് ഒരു സാധനത്തിന്റെ വാല്യൂ കൂടുന്നു എന്ന് നമ്മൾ പറയുന്നതിന്റെ ബേസിസ് എന്ന് പറയുന്നത് പീപ്പിൾ അത് കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ബേസിസ് ആണ്. അതായത് ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്
കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് ഏറ്റവും നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്നതല്ലേ. അതാണ് നെറ്റ്വർക്ക് എഫക്ട് എന്ന് പറയുന്നത്. Consumers like more choices, but they also want products and services with the high utility, and the network effect offers increased utility to some goods and services to others. Then assumed that all firms are symmetrical, meaning they have the same production coefficient. അതിന്റെ ലിമിറ്റേഷൻസ് രണ്ടെണ്ണം എന്ന് പറയുന്നത് it can only treat a situation when there are many firms with a different production process. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ഡിഫറെന്റ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന സെയിം ഇൻഡസ്ട്രീസ് ഉണ്ടാവണം. അതായത് ഇപ്പൊ ഒരു ഷാംപൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേം ആണെന്ന് വയ്ക്കുക. ഒരു ഫേം മാത്രമല്ല, ഒരു ഷാംപൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത് നമ്പർ ഓഫ് ഫേംസ് ഒരു മാർക്കറ്റിലുണ്ട്. അപ്പം അത്രയും ഫേംസ് ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കമ്പനിയുടെ സാധനത്തിന് മാത്രമായിട്ട് ആൾക്കാർ കൂടുതൽ ആ സാധനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് നെറ്റ്വർക്ക് എഫക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തിയറി വാലിഡ് ആവത്തുള്ളൂ. ദെൻ സെക്കൻഡ് വൺ അസ്യൂംസ് ദാറ്റ് ഓൾ ഫേംസ് ആർ സിമെട്രിക്കൽ വിച്ച് മേ നോട്ട് ബി ട്രൂ ഇൻ എവറി കേസ്. അപ്പം നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് ട്രേഡ് തിയറീസ് ആണ്. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് അത് 2 ടൈപ്സ് ആണ്. ട്രഡീഷണൽ തിയറി പിന്നെ എന്താ പറയാ മോഡേൺ തിയറീസും. ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത് കൺട്രി സ്പെസിഫിക് ആണ്. മോഡേൺ തിയറി എന്ന് പറയുന്നത് ഫേം സ്പെസിഫിക് ആണ്. അതായത് ഒരു കൺട്രിയുടെ ബേസിസിലാണ് ട്രഡീഷണൽ വരുന്നത്. മോഡേൺ തിയറി എന്ന് പറയുന്നത് ഫേമിന്റെ സ്പെസിഫിക് ആയിട്ടാണ് വരുന്നത്. അപ്പോ ട്രേഡ് തിയറീസിനെ സംബന്ധിച്ച് ഇത്രയാണ് പലതരത്തിലുള്ള ട്രേഡ് തിയറീസ്. സോ താങ്ക് യു.